നീറ്റ് ആസ്പിരൻസ് BJP-ക്കാരെ അടിച്ചോടിക്കുന്ന ദൃശ്യം പുറത്തേക്ക് വന്നിട്ടുണ്ട്. വളരെയധികം സാറ്റിസ്ഫൈങ് ആണ്. ഞാൻ ആ വീഡിയോ വെച്ചു തരാം. അതിനുശേഷം ഒരു അമ്മൂമ്മ BJP-യും നരേന്ദ്രമോദിയെയും അടിച്ച് എയറിൽ കയറ്റുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ആദ്യം തന്നെ നമുക്ക് നീറ്റ് ആസ്പിരൻസ് BJP-ക്കാരെ തല്ലുന്ന ദൃശ്യങ്ങൾ അത് കാണാം. എന്നാ ഒരു അടിയാണ് അടിച്ചത്. ചവിട്ടി കൂട്ടുന്ന കണ്ടില്ലേ. യഥാർത്ഥത്തിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് വേണ്ടത്. എന്നാലേ അവർ നന്നാവും. എന്നാലും നന്നാവുമോ എന്നറിയില്ല. ഇത് സംഭവം എന്ന് പറയുന്നത് നീറ്റ് ആസ്പിരൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് നീറ്റ് ആസ്പിരൻസ് എന്ത് ചെയ്തു, പ്രൊട്ടസ്റ്റ് നടത്തി. അപ്പോൾ അവിടെ BJP വർക്കേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇത് ഇവിടെ പറ്റില്ല, നിർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞു. അവർ തമ്മിൽ നല്ല തരത്തിലുള്ള സംസാരമായി, അതിനുശേഷം തെറിവിളിയായി, അതിനുശേഷം പിന്നീട് ഇപ്പോൾ കണ്ടിട്ടുള്ള അടിയായി. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അതായത് അടിച്ചു കൂട്ടുന്ന വീഡിയോ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഒഫീഷ്യൽ അക്കൗണ്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതുപോലെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് എത്രത്തോളം, അതായത് വെരിഫൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഓക്കെ, ഇനി നമുക്ക് ഒരു അമ്മൂമ്മ BJP-യും നരേന്ദ്രമോദിയെയും എയറിൽ കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് वराम। 2014 से उसने क्या किया, हमारा कुछ नहीं किया। इटली की महारानी को उखला रहा है लॉलीपॉप। BJP घबरा रही है, हमें देख देख के BJP रो रही है और रोती रहेगी, रोएगी। 29 में इनका पत्ता साफ है। कहाँ से आई है दादी माँ? त्रिलोकपुरी से। त्रिलोकपुरी से। त्रिलोकपुरी से? हाँ जी। इतनी उम्र में आप यहाँ आई, इतनी गर्मी में क्यों? खैरियत तो है सब? ये जब मेरे बच्चे खड़े हो रहे हैं, मेरे पोते हैं, मेरी पोतियां हैं, मेरे बेटे हैं, तो संग तो आएगा ही आएगा। जब मैं नहीं खड़ी होंगी तो कौन खड़ा होगा? मोदी जी कुछ कर नहीं रहे, मोदी जी के लिए क्या कहेंगे आप? मोदी जी के लिए हम करेंगे, अब उसको जड़ से उखाड़ देंगे। बस सही में? सही में अन भक्तों को भी उखाड़ देंगे। गुस्साई है बहुत ज्यादा? बहुत। 2014 से उसने क्या किया, हमारा कुछ नहीं किया। बाहर विदेशों में घूम रहा है। जब यहाँ कुछ होता है, जब बाहर विदेश में चला जाता है, उसको इटली की महारानी को खिला रहा है लॉलीपॉप है। अपने देश के बच्चियों को तो खिला नहीं सका, वो उनको खिला रहा है जिसने धक्का भी मार दिया। एक किनारे से निकल जाते हैं, उसकी कोई इज्जत है मोदी की? वहाँ पे कहीं भी इज्जत नहीं है। इजराइल और अमेरिका कर रहे हैं, उसको निकाल दो। मोदी जी के जो चाहने वाले तो कहते हैं कि मोदी जी विश्व गुरु बना रहे हैं, अमृतकाल है। वो पसम गुरु ही नहीं है। विश्व गुरु की तो बात छोड़ो, पसम गुरु ही नहीं है। पसम गुड़ी भी ना 0 पे। सोनम सर इतने दिन से भूख हड़ताल में बैठे हैं, कोई सरकार की तरफ से आया नहीं, क्यों ऐसा? वो तो कहते हैं कोई अच्छा से वो है, हम अपना राज करे। उसका राज अब चलने वाला नहीं है, वो घबरा रहा है। BJP घबरा रही है, हमें देख देख के BJP रो रही है और रोती रहेगी, रोएगी। 29 में इनका पत्ता साफ है। आज यहाँ केजरीवाल आ रहे हैं, केजरीवाल कैसे हैं, नेता सही? सब नेता ऐसी है, हमें कोई मतलब नहीं है, हमें बांचुक से मतलब है। बांचो की तपस्या से मतलब? हाँ, मुझे बांचुक से मतलब है। मुझे ये जो बैठा है सर खान, इससे मतलब है। मुझे इनसे मतलब है, जो बच्चों के लिए बैठा है, जो अमेरिका से आया हमें बचाने के लिए, हमारे बच्चों को बचाने के लिए। आप उसके साथ? हाँ, उसके साथ है। ठीक है, अपना ख्याल रखिएगा। हाँ। കേട്ടില്ലേ, അമ്മച്ചി ടെററാണ്. BJP-യെയും നരേന്ദ്രമോദിജിയെയും അടിച്ച് എയറിൽ കയറ്റിയിട്ടുണ്ട്. ഈ അമ്മ ആദ്യം തന്നെ പറയുന്നത് സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഈ സ്റ്റുഡൻസ് ഒക്കെ എൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കളെ പോലെയാണ്, എൻ്റെ കൊച്ചുമക്കളാണ് എന്നാണ് ഇവർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ ആര് നിൽക്കുമെന്ന്. ഇതൊരു നിസ്സാരമായിട്ടുള്ള ചോദ്യമല്ല. കാരണം ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഗവൺമെന്റ് തെറ്റ് ചെയ്തിട്ടില്ല, പേപ്പർ ലീക്ക് നടന്നിട്ടില്ല, മറ്റു എക്സാം കോൺട്രവേഴ്സീസ് നടന്നിട്ടില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്ന, ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ. അവരോടൊക്കെയുള്ള ചോദ്യമാണ്, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിന്നില്ലെങ്കിൽ പിന്നെ ആര് ഇവരുടെ കൂടെ നിൽക്കുമെന്നുള്ളത്. നിസ്സാരമല്ലാതെ. അതുപോലെ ക്രിട്ടിസൈസിങ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെയും അതുപോലെ BJP-യെയും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞുള്ളത് നരേന്ദ്രമോദിയും അതുപോലെ റൂളിംഗ് BJP ഗവൺമെന്റിനോടുള്ള
ആ ഒരു ദേഷ്യമുണ്ടല്ലോ അത് അവിടെ കൃത്യമായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2014 അധികാരത്തിൽ വന്നിട്ട് ഇന്നേക്ക് വരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ഇവർ ചെയ്തിട്ടില്ല എന്നാണ് ഈ ഒരു അമ്മച്ചി പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോഴും ട്രിപ്പിലാണ്, അബ്രോഡിൽ, അതായത് ഫോറിൻ ട്രിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാട്ടിലുള്ള, അതായത് ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ അല്ലെങ്കിൽ അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് ഇവരെപ്പോഴും ഫോറിൻ ട്രിപ്പുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നടക്കുന്നത് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, BJP ഭയന്നു തുടങ്ങി, കരച്ചിലാണ്. അവർ ഈ ആളുകൾ, അതായത് ഈ സ്റ്റുഡൻസ് ഒക്കെ കൂട്ടായ്മ, അവരുടെ യൂണിറ്റി കണ്ടിട്ട് ഭയന്നിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഇതിനെ എങ്ങനെയെങ്കിലും ഇവർ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കും എന്നൊരു കാര്യം കൂടി ഈ അമ്മച്ചി ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു ഇന്റർവ്യൂർ ചോദിച്ചു, അതായത് അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഈ അമ്മ പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത്, എനിക്ക് ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ എല്ലാവരും കണക്കാണ്, ഒന്നും നല്ല ഇല്ല എന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിട്ടുള്ളത്. അതായത് ഒരു ഇൻഡിവിജ്വൽ ലീഡേഴ്സിനെയും ഇവർ മതിക്കുന്നില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഈ അമ്മ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ മോട്ടീവേ ഉള്ളൂ. ആ മോട്ടീവ് എന്ന് പറയുന്നത് ഇതിന്റെ കോസ് ആണ്. അതുപോലെ ഈ ചിൽഡ്രൻ, ഈ കുട്ടികൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ കാരണം, ആ ഒരു മോട്ടീവ്, അതായത് ഇതിന്റെ റീസൺ ആണ്, കാരണത്തെ ആണ്. ഞാൻ എന്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, CJPയെയോ അല്ലെങ്കിൽ അഭിജിത് ദീപകിനെയോ സപ്പോർട്ട് ചെയ്യുന്ന 90% ആളുകളും ഈ അഭിജിത് ദീപകിനെ ഇൻഡിവിജ്വലിയോ അല്ലെങ്കിൽ CJP എന്ന് പറയുന്ന ആ ഒരു ഇതിനെയോ അല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ കാരണത്തെയാണ്. എന്തിനു വേണ്ടി അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു? പേപ്പർ ലീക്ക്, കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ രാജ്യത്തെ സ്റ്റുഡൻസിന് വേണ്ടി, വരുന്ന ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ്, ഈ കാരണത്തെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഈ അമ്മച്ചിയും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന്റെ കാരണത്തെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലാതെ മറ്റു പൊളിറ്റിക്കലോ അല്ലെങ്കിൽ വേറൊരു മോട്ടീവും ഇവർക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയെയും അതുപോലെ BJP ഗവൺമെന്റിനെയും കൃത്യമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയും അതുപോലെ അവരുടെ മേലുള്ള, അതായത് 2014 ശേഷം പവറിലേക്ക് വന്നിട്ടും കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ ഉള്ള ആ ഉള്ളിലുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ ഒരു പ്രായത്തിലും അവിടെ പോയി അതിനെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഹാൻഡ്സ് ഓഫ്. അതുപോലെ ഇപ്പോഴും പേപ്പർ ലീക്ക് ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് അതും വിശ്വസിച്ച് നടക്കുന്ന ആളുകൾ ഇതൊക്കെ കണ്ട് പഠിക്കണം. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി മോദിജി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ BJP സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ അവരെന്താണ് വിളിച്ചിട്ടുള്ളത്? ടെററിസ്റ്റ്, തീവ്രവാദികൾ എന്നാണ് വിളിച്ചിട്ടുള്ളത്. അതായത് ഈ രാജ്യത്തെ സ്റ്റുഡൻസ് ആണ് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇവിടുത്തെ സ്റ്റുഡൻസും ആ സ്റ്റുഡൻസിന്റെ ഒക്കെ പാരന്റ്സുമാണ് അവിടെ വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, തീവ്രവാദികൾ എന്ന് വിളിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇത്രയും ദിവസം പ്രൊട്ടസ്റ്റ് നടത്തി ജന്തർ മന്ദിറിൽ, ഹങ്കർ സ്ട്രൈക്ക് ചെയ്യുന്നു സോനം വാങ്ചുങ്, അതുപോലെ കുറച്ച് സ്റ്റുഡൻസും ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാരമിരുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഗവൺമെന്റ് അതിൽ ഇടപെട്ടോ? ഇല്ല. ഇന്ന് അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്, പോലീസിനെ, ഡൽഹി പോലീസും അതുപോലെ മറ്റു പോലീസും സ്പെഷ്യൽ ഫോഴ്സും എല്ലാവരും കൂടി ചേർന്ന് വന്ന് ബലപ്രയോഗത്തിൽ സോനം വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലൈസ് ചെയ്തു. അവിടെ ലാത്തി ചാർജ് ചെയ്തു, സ്റ്റുഡൻസിനെ തല്ലി ചതച്ചു. ഇതൊക്കെയാണ് നമ്മളുടെ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.